നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. ശനിയെ ഭയപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. കാരണം ഒരു മനുഷ്യായുസ് 120 ആണെങ്കിൽ ആ മനുഷ്യായുസിൽ ഏതാണ്ട് 70ഓളം വർഷം ശനി എന്നുള്ള ഏറ്റവും വ്യാസമേറിയ ഗ്രഹത്തിന്റെ ഭുക്തത്തോടു കൂടിയിട്ടാണ് സഞ്ചരിക്കുക. ആ ശനി ഭുക്തമായിട്ടാണ് സംഭവിക്കുക ഒരു മനുഷ്യന്റെ ആയുസിൽ ബഹുഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ജന്മശനി, കണ്ടകശനി, അഷ്ടമശനി, അതോടൊപ്പം തന്നെ മറ്റുള്ള ശനി ചാരവശാലുള്ള ദോഷങ്ങളും അനുഭവിക്കുന്നത് സാധാരണമാണ്. അത്തരത്തിലെങ്കിൽ ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 7 രാശികളിലായിക്കൊണ്ട് ശനിയുടെ കാഠിന്യമുള്ള ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള പല പല മാറ്റങ്ങളും ഉണ്ടാവാം. മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ, ബന്ധുജന കലഹങ്ങൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ കർമ്മമേഖലയിലുള്ള പരാജയം, അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലും എല്ലാ ജീവിതത്തിലെ ഓരോരോ അവസ്ഥകളിലും പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് പൊതുവെ ശനിദോഷം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭാരതീയര് മുഴുവനും ഈ ശനിയെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ്. ശനിയുടെ പല കാരകത്വം നിറഞ്ഞതായ ദേവന്മാരെ, ഹനുമാൻ സ്വാമിയെ ആവട്ടെ, ശിവനെ ആവട്ടെ, ഇതൊക്കെ ശനിക്ക് വേണ്ടി ആരാധിക്കുന്നത് വളരെ പ്രചാരമാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ശനിയുടെ ദോഷം കൊണ്ട് അനുഭവിക്കുന്നവര് ഏതാണ്ട് 7 കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വമ്പിച്ച ഒരു മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. ആ ശനി ആ നിൽക്കുന്ന രാശിയിൽ തന്നെ, അതാണ് ഒരു വ്യത്യാസം. മറ്റുള്ള വക്രസഞ്ചാരം എന്നുള്ളത് മറ്റുള്ള രാശികളിലേക്ക് പിറകിലോട്ടി അല്ലെങ്കിൽ കുറച്ചൊരു ഡിഗ്രി മാറി സഞ്ചരിക്കലാണ്. ഇവിടെ അതല്ല കാണുക. ഈ രാശിയിൽ തന്നെ, അതായത് ശനി ഇപ്പം നിൽക്കുന്ന മീനൻ രാശിയിൽ തന്നെ ഏതാണ്ട് ഒരു 120ഓളം ദിവസങ്ങളിൽ വക്രസഞ്ചാരം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ വളരെ മാറ്റങ്ങളാണ് ഈ ഒരു 20ഓളം നക്ഷത്രങ്ങൾക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മാനസികമായ ക്ലേശങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ള ഒരു വളർച്ചയുണ്ടാവും. സാമ്പത്തികമായി നന്നേ തകർന്നു പോയിട്ടുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക് മാറ്റം വരുന്ന ഒരു അപ്രതീക്ഷിത ഭാഗ്യമാണ്, സൽസന്താന ഭാഗ്യം. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വേണ്ടുന്ന അഖില സുഖങ്ങളെയും ഈ ഒരു ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രദാനം ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നു മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശനി ഏതാണ്ട് ഡിസംബർ മാസം 10-11 തീയതി വരെ അവിടെ തന്നെ സഞ്ചരിക്കുന്നതായി വക്രസഞ്ചാരത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഗുണം വരുന്ന ആൾക്കാരാണ് മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. 12ാം ഭാവത്തിൽ ഈ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ ക്ലേശങ്ങളും അകാരണമായ ഭയവുമായി അവർക്ക് ഉണ്ടാവാം. അത് മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടും. വാഹനാദി ക്ലേശങ്ങൾക്ക് മാറ്റം വരും. നഷ്ടയോഗം കുറയും എന്നുള്ളതാണ് ശനിയെ കൊണ്ട് ഈ ഒരു പ്രത്യേകിച്ച് മേടക്കൂറുകാരൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ മഹാഭാഗ്യത്തെ ചേർത്ത് വെക്കാൻ, അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ഉയരാൻ സാധിക്കുന്ന കാലഘട്ടമായി മനസ്സിലാക്കി വേണം നീങ്ങാൻ. അതിൻ്റെ ഒരു മാനസികോർജ്ജം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് നീങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം, ശനികവചം എന്നുള്ളവ ധരിക്കുക. ഇതൊക്കെ വളരെയധികം മാറ്റങ്ങളെ കൊണ്ടുവരും ഈ ഒരു കാലഘട്ടം ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച്. പിന്നീട് കണ്ടകശനി അനുഭവിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയാണ് ഈ ഒരു ശനി വക്ര സഞ്ചാരം കൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കർമ്മ മേഖലയിൽ അവർ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വമ്പിച്ച ഉയർച്ച അവർക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ധനഭാഗ്യം ആണ് അവർക്ക് മറ്റൊന്ന് കാണുന്നത്. പൂർവികമായിട്ടും മറ്റ് തടഞ്ഞു വെച്ചതായ സാമ്പത്തിക മറ്റ് സമ്പത്തുകളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ അവർക്ക് പരിഹരിക്കപ്പെടും. ആ 2ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി നന്നേ ഗുണം ചെയ്യും ഈ ഒരു മിഥുനക്കൂറുകാർക്ക്. ഈ ഒരു കാലഘട്ടത്തിൽ മകീര്യം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും ആഞ്ജനേയ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടം ഒരു ഡിസംബർ മാസം വരെ ചേർത്ത് വെക്കാൻ സാധിക്കണം. പിന്നീട് ഈ ഒരു ഭാഗ്യം വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം വളരെ സാരമായി ബാധിക്കുകയാണ്. ഏതാണ്ട് ഒരു 4 വർഷത്തിലധികമായി ഈ ഒരു ശനിദോഷം അവരെ തുടർച്ചയായി സംബന്ധിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ നന്നേ തകർന്നു പോയ പല ആൾക്കാരെയും നമുക്കറിയാം. അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ട് ക്ലേശമുള്ളവര്, മധ്യവയസ്സിന് മുകളിൽ എത്തിയിട്ടും ആരോഗ്യ ക്ലേശം മാറാത്ത എത്രയോ ചിങ്ങക്കൂറുകാർ വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. സന്ധിവേദനകൾ മാറി പോവും. അതോടൊപ്പം തന്നെ കുറെ നാളുകളായി കിടന്ന് ചികിത്സ ചെയ്യുന്നവർക്ക് മാറ്റം വരാനുള്ള ഒരു സാധ്യതയാണ്. അപൂർവ ഭാഗ്യം എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ചില്ലറ മാറ്റമല്ല. നല്ലതുപോലെ പരിശ്രമിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ആ 12ാം ഭാവത്തിലുള്ള
ആ വ്യാഴത്തിന്റെ ഒരു അനിഷ്ടഭാവം മാറ്റാൻ സാധിക്കുകയും വേണം ഈ ഒരു കാലഘട്ടം ഈ ചിങ്ങക്കൂറുകാർ. അഷ്ടമത്തിലുള്ള ഈ ശനി വക്രസഞ്ചാരം എന്നുള്ളത് ആപത്തുകൾ ഒഴിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ അപവാദങ്ങളിൽ നിന്ന് മുക്തരാവും. അതോടൊപ്പം തന്നെ അനാവശ്യ കലഹങ്ങൾ ഒഴിഞ്ഞു ചേരും. കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, സമ്പത്ത് വർദ്ധിക്കും. ഇതൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ജോലി കാര്യങ്ങളിലും മറ്റും നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാവും. ആ ചൊവ്വയും അനുകൂലത്തിലാണ്. ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം നല്ലതുപോലെ പ്രയത്നിക്കാൻ ദുർഗാദേവിക്ക്, ഭഗവതിക്ക് പ്രത്യേക വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ കുങ്കുമാർച്ചന ചെയ്യുക, ലളിതാ സഹസ്രനാമം അർച്ചനയായിട്ട് നിങ്ങൾക്ക് സ്വന്തം പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം, ശനൈശ്വരായ നമ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുക. ഇത് തന്നെ ഏറ്റവും നല്ലതാണ്. എല്ലാ ദോഷങ്ങൾക്കും മാറ്റം വരാം. അത് ചേർത്ത് വെക്കാൻ സാധിക്കണം. ഈ ഒരു നാളുകളിൽ നിരന്തരം ജപിക്കാൻ സാധിക്കണം. ചിങ്ങക്കൂറുകാർക്ക് നല്ല മാറ്റം വരും. അതോടൊപ്പം തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര ആദ്യ മാസങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ 7.5 ശനി സംഭവിക്കുകയാണ്. അവരുടെ ആപത്തുകൾക്ക് മാറ്റം വരാൻ തുടങ്ങും. അനവധി കാലങ്ങളായി ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ, അതോടൊപ്പം സ്വന്തം ജീവിതത്തിലുള്ള മാനസികമായിട്ടുള്ള പല വെല്ലുവിളികളും ഈ കന്നിക്കൂറുകാർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ക്ലേശങ്ങൾ വളരെയധികം അലട്ടുന്ന ഒരു ആൾക്കാരായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ സൽസന്താന ഭാഗ്യം ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം പുതിയ വിവാഹ ജീവിതം, കുറെ നാളുകളായിട്ട് കല്യാണം ആലോചിക്കുന്നവരെ, ഏതാണ്ട് 4-5 വർഷത്തോളമായിട്ട് വിവാഹ ജീവിതം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹത്തിനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വമ്പിച്ചതായ മാറ്റം വരുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീചഭംഗ രാജയോഗം സംഭവിക്കുകയാണ് ഈ ഒരു കന്നിക്കൂറിൽ വെച്ച്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വമ്പിച്ചതായ അപ്രതീക്ഷിത ഭാഗ്യം, ലോട്ടറി പോലുള്ള പരീക്ഷണങ്ങളിലൊക്കെ, ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾ അർഹരാവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. കന്നിക്കൂറുകാർ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം കന്നിക്കൂറിൽപ്പെട്ട മധ്യവയസ്സിന് മുകളിലുള്ള ആൾക്കാർ, സ്ത്രീജനങ്ങൾ പ്രദോഷവ്രതം എടുക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരാൻ വേണ്ടി പോകുന്നത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൽ കണ്ടകശനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദങ്ങളാണ് ധനുക്കൂറുകാർ. ഈ ഒരു ആൾക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ, കുടുംബാംഗങ്ങൾക്കുള്ള ആപത്ത്, അതോടൊപ്പം തന്നെ അവനവന് വന്നു ചേരുന്ന ആപത്തുകളും അശ്രദ്ധ കൊണ്ടുള്ള ധനനഷ്ടങ്ങളും ഒക്കെ തീരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കണ്ടകശനി കൊണ്ട് വർദ്ധിച്ചതായ ദോഷം 2 വർഷങ്ങളിലായി അനുഭവിക്കുന്ന എല്ലാ തരത്തിലും ഒരു സ്വസ്ഥത കുറവും മാറാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി ക്ലേശങ്ങൾ തീർത്തും മാറിപ്പോകും. വാഹന ലഭ്യതയുള്ള കാലഘട്ടമാണ്. വസ്ത്രാദി, ആഭരണാദി, ഭവന യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ഭൂമി ലാഭം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു 7ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നതോടുകൂടി പൂർവികമായ സ്വത്തുവകകളും സമ്പത്തും നിങ്ങൾക്ക് ധാരാളം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. ഈ ഒരു കണ്ടകശനിയിൽ പൊതുവെ സാധിക്കില്ല, പക്ഷെ ഈ ഒരു കാലഘട്ടത്തിന് വളരെ അനുകൂലമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വളരെ നല്ലൊരു കാലമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ധനുക്കൂറുകാർ ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കുക. ശനൈശ്വരായ നമ, ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്നാണ്. ആ ശനിയെ നല്ലതുപോലെ സാവധാനത്തിൽ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ധനുക്കൂറുകാർക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും, അകാരണമായ ഭയം വിട്ടുമാറും, സമ്പത്ത് വന്നു ചേരുന്ന നാളുകളാണ് ഇനി. നല്ലതുപോലെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും കുബേരയന്ത്രം ധരിക്കുന്നതും സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ച്. പിന്നീട് ഈ ഒരു ഏറ്റവും അനുകൂല കാലം വന്നു ചേരാൻ വേണ്ടി പോകുന്നത് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളതായ അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ്. 2ാം ഭാവത്തിലുള്ള ഈ ശനി എന്നുള്ളത് ഏതാണ്ട് ജന്മശനിയുടെ ദോഷത്തെ തന്നെ ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഈ രാശിനാഥനായ ശനി 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സാമ്പത്തികമായ ഏറ്റവും വലിയ ക്ലേശം അനുഭവിച്ചവരാണ് ഈ കുംഭക്കൂറുകാർ. ഉണ്ടായിട്ട് പോലും അനുഭവിക്കാൻ സാധിക്കാത്ത തലത്തിലുള്ള പല പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ, കുംഭക്കൂറുകാർക്ക് വലിയൊരു മാറ്റം ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് 4-5 വർഷങ്ങളിലധികമായിട്ട് എല്ലാ തരത്തിലും അപ്രതീക്ഷിതമായി പെട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ മാറ്റം വരുന്നതാണ്. കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവും. സാമ്പത്തിക ക്രയവിക്രയത്തിൽ കാര്യങ്ങളൊക്കെ നേരെയാവും. സമ്പത്ത് തിരിച്ചു കിട്ടുന്ന കാലഘട്ടമാണ്. പൂർവികമായ സ്വത്തുവകകളും മറ്റും ക്ലേശങ്ങൾ തീർന്ന് കയ്യിൽ വരുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം വാഹനാദി ലഭ്യതയുണ്ട്.
എങ്കിൽ തന്നെയും കുംഭക്കൂറുകാർക്ക് 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനത്തിന്റെ കുറവ് ഈ കാര്യങ്ങളിലൊക്കെ ചേർത്ത് പിടിക്കുന്നതിൽ കുറവ് വന്നേക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുരുവായൂരപ്പന് പാൽപ്പായസം കഴിപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ ഒരു രാശിയിലുള്ള ആ ഒരു രാഹുവിന്റെ സ്ഥിതി എന്നുള്ളത് തന്നെ നാഗക്ഷേത്രത്തിൽ ആയില്യം നക്ഷത്രത്തിന് വഴിപാട് കൊടുക്കലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ആ കാളസർപ്പദോഷത്തിൽ പെട്ടിട്ടുള്ള രാഹു ആണെങ്കിൽ ആ കാളസർപ്പദോഷത്തിൽ നിന്ന് മുക്തരാവുകയും കൂടി ചെയ്യാണ് ഏതാണ്ട് ഈ ഒരു വാരത്തോടു കൂടി. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശനിയുടെ വക്രവും മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയും കുംഭക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. നിസാരപ്പെട്ട ഭാഗ്യമായിരിക്കില്ല അവരെ തേടി എത്തുന്നത്. എല്ലാം കൊണ്ടും അവരുടെ പഴയ സമ്പൽ സമൃദ്ധി വന്നുചേരും. മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് ഏറ്റവും മികച്ച കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല സ്ഥിതി തന്നെയാണ് ഈ ഒരു കുംഭക്കൂറുകാർ. പിന്നീട് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ഏറ്റവും അനുകൂലം ഈ ഒരു ജന്മശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ. ആ സ്വക്ഷേത്രത്തിൽ തന്നെ വക്രസഞ്ചാരം എന്നുള്ളത് ആ പൂർണ്ണമായും ദോഷങ്ങളെ തന്നിലേക്ക് തന്നെ, തന്റെ കലകളെ തന്നിലേക്ക് ഒതുക്കുന്നതാണ്. ആ സ്വക്ഷേത്രസ്ഥിതനായി അതേ സ്ഥലത്ത് നിന്നും വക്രത്തിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഇതുവരെ ശനിയെ കൊണ്ട് ഭവിച്ചതായ ദുരിതങ്ങളെല്ലാം തിരുത്തി വരുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കിയാൽ മതി. അവനവനിൽ നിന്ന് തന്നെ സ്വയംകൃതമായി വന്നു ചേർന്ന അനർത്ഥങ്ങളൊക്കെ അവനവൻ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അവനവന്റെ ജീവിതത്തിൽ അവനവന് എന്നുള്ള ആ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് തിരിച്ചറിയുന്ന കാലഘട്ടമാണ്. സമ്പത്ത് വർദ്ധിക്കും. മാനസികമായിട്ടുള്ള പല വെല്ലുവിളികളും നിങ്ങൾ ജയിച്ചു കളയും. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച്. വാക്ക് ചാതുര്യം വർദ്ധിക്കും. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതികൾ, നിർമ്മാണമാവട്ടെ, സ്ഥലം വാങ്ങൽ, അത്തരത്തിലൊക്കെ അനുകൂലമായി നീങ്ങും. വാഹന ലഭ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ചേർന്നിരിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ശനി വക്രത്തിൽ. മാനസികമായിട്ടുള്ള ക്ലേശം തീരുക, ശിരോരോഗം വിട്ടുമാറുക, നേത്രരോഗം വിട്ടുമാറുക, അസ്ഥിരോഗം വിട്ടുമാറുക, അതോടൊപ്പം ശ്വാസകോശ സംബന്ധം, ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു മീനക്കൂറുകാർക്ക് നല്ലൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. സത്സന്താന ഭാഗ്യത്തോടൊപ്പം തന്നെ ജോലിപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ഈ 5ാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും ഈ ശനിയുടെ വക്രവും ഒരുവിധം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ജോലി കിട്ടാൻ ആരും ബാക്കി ഉണ്ടാവരുത്, അത്ര പോലും ചേർത്ത് ജോലി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മീനക്കൂറുകാരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാരായണ കവച യന്ത്രം, അതോടൊപ്പം ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഈ ശനിദോഷം മാറുമ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഐശ്വര്യത്തെയും നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.